ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. അത് തന്നെ ചിന്തിച്ചോ. ഇത് തന്നെ എന്നെ ഭവിക്കുള്ളൂ. എനിക്കൊരിക്കലും ദോഷം വരില്ല. എനിക്കൊരു കാലത്തും കഷ്ടകാലമില്ല. നമ്മൾ ഇങ്ങനെ ചുമ്മാ നിൻ്റെ നാവിലാണ് ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം നൽകിയിരിക്കുന്നതെന്ന് യേശുമ്പരാൻ പറഞ്ഞേക്കണം. നമ്മുടെ നാവിൽ നെഗറ്റീവ് ഒന്നും പറയണ്ട. ഓരോരുത്തരും പറയും നിങ്ങൾക്ക് എപ്പോഴും കഷ്ടകാലമല്ലോ, അത് അപ്പോൾ യേശുവിനെ നമുക്ക് ക്യാൻസലാകട്ടെ. എനിക്ക് കഷ്ടകാലേ ഇല്ല, എനിക്ക് എപ്പോഴും നല്ല കാലം. അങ്ങനെ പറഞ്ഞു നോക്കിയേ നമ്മുടെ ജീവിതം മാറി മറിയും. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു വചനം പറയാം കേട്ടോ. യെശയ്യാ 32:15 പറയുക, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. പണ്ടത്തെ കാലത്ത് യേശു ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് യെശയ്യാ പ്രവാചകനിൽ കൂടി പറയുക, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. അപ്പം നമുക്ക് ആ ഭാഗ്യം കിട്ടിയേക്കണേ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, എന്ന് വെച്ചാൽ യേശു വസിക്കും. ഉദ്യാനത്തിൽ നീതി വാർക്കും. നീതിയുടെ പ്രവൃത്തി, നീതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വമായിരിക്കും. ആമീൻ ആമീൻ ആമീൻ. ഇപ്പോൾ യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിൽ സംഭവിക്കണേ മരുഭൂമിയായിട്ട് ആർക്കും വേണ്ടാണ്ട് ഉണങ്ങി വരണ്ടിരുന്ന ജീവിതം ഉദ്യാനമായി മരമായി മാറും. അവിടെ ക്രിസ്തുയേശു വസിച്ച് അത് ഒരു ശാശ്വത വിശ്രമവും നിർഭയത്വവും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓർക്കട്ടോ. ഇപ്പോൾ ഇന്നലെ ഒരു കൊച്ചനോട് പറഞ്ഞു, എന്നായാലും ജനിച്ചത് ക്രിസ്ത്യനല്ല, പക്ഷെ അതൊക്കെ യഥാർത്ഥ ക്രിസ്ത്യാനി. ചേച്ചി പറഞ്ഞ പോലെ ഞാൻ യേശുവെ കർത്താവേന്ന് വിളിച്ച് എൻ്റെ കർത്തൃത്വത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒത്തിരി വ്യത്യാസമായിരുന്നു. ആ കൊച്ചി വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എന്നായാലും ഇങ്ങനെ ഞങ്ങൾ മരിക്കാൻ പോവുക, കുടുംബമായിട്ട് മരിക്കാൻ പോവാന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചതാണ്, സാമ്പത്തിക പ്രതിസന്ധിയായിട്ട്. അപ്പോൾ നല്ല പഠിക്കണം മക്കളും. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മോളെ, നമുക്ക് ആരോഗ്യമൊക്കെ എന്ത് ദൈവത്തിൻ്റെ ദാനം. ഇപ്പോൾ ആ കുടുംബം ഒരു സമാധാനം ഇതിലേക്കുമായി. ഇനി അതൊന്നുമല്ല, ലജ്ജിച്ചെടുത്ത് അവരെ മാനപാത്രമാക്കി ഉയർത്തി മാനിക്കുമ്പോൾ അവർ തന്നെ സാക്ഷ്യം പറയട്ടെ. ഞാൻ അതുപോലെ അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ ദൈവം കാണിച്ച അത്ഭുതങ്ങളൊക്കെ പറയുമ്പോൾ അല്ലേ. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള, പക്ഷേ ഈ കളറൊന്നും കാണിച്ചിട്ടില്ല. ഇതൊക്കെ യെല്ലോ, ഗോൾഡൻ യെല്ലോ, അതിൽ ബനാറസ് ബോർഡർ, ലിനൻ സാരി ആട്ടോ. ഇവിടെ ബനാറസ് ബോർഡറിൻ്റെ സൂപ്പർ സാരി ആട്ടോ. ഇത് കൊടുത്താൽ എന്ത് ഭംഗിയാണെന്നറിയാമോ? 1999, 2000 1 രൂപ കുറവ്, 1999. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അല്ലേ, അതിൻ്റെ അറ്റം കാണാനില്ല. പ്ലെയിൻ വന്നിട്ട് ഈ ബോർഡർ അതെ ഇതാ, ഈ ബ്ലൂവാ ബ്ലൗസ്. പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ, സൂപ്പർ സാരി കേട്ടോ. ഉടുത്താലും ഭയങ്കര ഗ്രാൻഡാണ്. ഇപ്പോൾ ഇത് ഫാഷനാണ്. പ്ലെയിൻ വന്നിട്ട് നടുക്ക പ്ലെയിൻ എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് ഉള്ളിക്കട പ്രിൻറ്റിലും എനിക്കിഷ്ടം. എല്ലാം ഓരോരുത്തർക്കും ഇഷ്ടം. എനിക്ക് ഇച്ചിരി പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡറും കരയും. പണ്ടത്തെ ശോഭന സാരിയൊക്കെ ഓർക്കണില്ലേ? ഞാൻ സാരിയൊക്കെ കൊടുക്കണ കാലത്ത് ഇതിൻ്റെയൊക്കെ ഒരു ആഘോഷമാണ്. 10-15 വർഷം കഴിയുമ്പോൾ ഫാഷൻ മാറി വരും എന്ന് പറഞ്ഞ പോലെ. ബ്ലൗസ് പീസ് ഈ പച്ചയാട്ടോ. ഇത് നല്ല കളറ്, കുങ്കുമത്തിൻ്റെ കളറ്. ഞാനിതിനെ കുങ്കുമ കളർ എന്ന് പറയണം. മജന്ത എന്നാണ് ഇതിൻ്റെ പേര്, മജന്ത. ബ്ലൗസ് ഈ ഗ്രീനാട്ടോ, ഈ ഗ്രീനാ ബ്ലൗസ് പീസ്. സൂപ്പർ സംഭവമാട്ടോ, പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ റീസ്റ്റോക്ക് കാണിക്കണതാ, അത് കാരണം ഒത്തിരി എടുത്തിട്ടില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോൾ ആൾക്കാർ ഇത് എടുക്കാറുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്. ആൾക്കാർക്ക് എടുത്താലും ഒരു നഷ്ടം ഒരിക്കലും വരില്ല, ഒരു അസറ്റായിട്ട്. സഫയർ ഗ്രീൻ. ഇതിൻ്റെ ഈ ലിനൻ്റെ തന്നെ ഇവിടെയൊക്കെ വർക്കില്ലാണ്ട് മുന്താണിയിൽ ഇങ്ങനെയുള്ള 8000 സാരി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ ഇത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടും. അത് ഈ വില കൊടുത്തത് മേടിച്ചിട്ട് അത് ഞാൻ കൊടുക്കാറ് പോകുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ആ വില കണ്ട് ഒരു നടുക്ക് ഇങ്ങനെ പ്ലെയിൻ, ഒരു ബോർഡറും ഇല്ലാത്ത കാരണം പ്ലെയിൻ ഫുള്ള്. എന്ത് ബോർഡർ കുറേ, എനിക്ക് ഇച്ചിരി ബോർഡറുള്ള എനിക്കിഷ്ടം. അത് കാരണം ഞാൻ ഈ തവണ എൻ്റെ കസിൻ്റെ മോൻ്റെ വലിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞില്ല, ഭയങ്കര വലിയ ഫങ്ഷനായിരുന്നു. അത് നമുക്കിടെ റിലേറ്റീവ്സിനോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ
ഒത്തിരി വലിയ അവസ്ഥയുണ്ടെങ്കിൽ നമുക്കത് ഗുണമാണ്. നമുക്ക് ആ ഫങ്ഷനൊക്കെ കൂടി ഒരു രാജകീയ കല്യാണം എന്ന് പറഞ്ഞ പോലെ ഹയാത്തി വെച്ചായിരുന്നു മെയിൻ ഫങ്ഷൻ. ഹയാത്തിൽ ഇങ്ങനെ വൻ ഫങ്ഷൻ നടന്നതിൽ ഒരു ഫങ്ഷൻ അതായിരുന്നു എന്ന് പറഞ്ഞത്. അത്രയും വലിയ ഫങ്ഷനുകൾ അധികം അങ്ങനെ നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അത്രയും ജനം 4000 പേര് ഹയാത്തിലുണ്ടായിരുന്നു. ഭയങ്കര രസം. അയ്യോ പറയണ്ട. അപ്പം അതാ പറഞ്ഞത്, എപ്പോഴും നമ്മളോട് മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും അനുഗ്രഹം വന്നാൽ നമുക്കും അനുഭവിക്കാമല്ലോ. മറു ഗ്രീൻ ബ്ലൗസ് പീസ്, ഈ ഗ്രീനാട്ടോ, സൂപ്പർ സംഭവം. ഇനി തെച്ചി കോട്ടയുടെയാണ്. പ്രിൻ്റ് വേറെ ആണെങ്കിലും നമ്മളിതും റീസ്റ്റോക്ക് വരുത്തിയേക്കണെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതിന് വ്യത്യാസമുള്ള പ്രിൻ്റാണെന്നുള്ളൂ. ഇത് ഭയങ്കര ഡിമാൻഡ് ഈ സാരിക്ക്. ഇതാ സെയിം വില തന്നെ, 1990 തന്നെയാണ്. പക്ഷേ നല്ല സാരിയാണ്, ബോട്ടിക് സാരിയാണ്. ഒരു കാലത്ത് ഫാഷൻ പോകില്ല. എൻ്റെ ബ്ലൗസ് പീസ് ഈ പ്രിൻ്റാണ്. അതെയോ അവിടെ സെയിം കളർ, സെയിം ആണോ? കപ്പിക്ക് മുന്താണി ടറ്റ എവിടെയാ? എവിടെ? ആ ഇത് തന്നെയാട്ടോ ബ്ലൗസ്. 1990. അതിൻ്റെ ലൈലാക്ക് നല്ല സാരി ആട്ടോ, കനോ ഇല്ല, നല്ലൊരു സാരി. സൂപ്പർ ഡിമാൻഡാണ്, പെട്ടെന്ന് എടുത്തോ. അകത്ത് ഇതാണ് ബ്ലൗസ് ഇതാണ്. ചില സ്ട്രൈപ്സ് വന്നിട്ട് ഈ ബോർഡർ വന്നിട്ടുണ്ട്. എവിടെ? ഇതിൻ്റെ ഉള്ളിൽ സെൽഫ് പ്രിൻ്റ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ നോക്കിയപ്പോൾ മറ്റേ സാരിക്കൊക്കെ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ഉള്ളിലുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, സിമ്പിളായിട്ടാണ്. അടുത്ത് കാണിക്കുന്നതിന് ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്, അപ്പോൾ മനസ്സിലാവുമല്ലോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇതിൻ്റെ ഉള്ളിലിങ്ങനെയാ ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതിൻ്റെ ബോഡി ഇങ്ങനെ പ്ലെയിൻ തന്നെയാണ്, റണ്ണിങ് തന്നെ സെയിമാ. നല്ല സാരികളാട്ടോ, സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളും പ്രിൻ്റ് ഇല്ല കേട്ടോ. ഇതിൻ്റെ ബ്ലൗസിന് അപ്പോൾ പ്രിൻ്റ് ഉണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്. $1990. 1990 ലൈലാക്ക്. പെട്ടെന്ന് തീരോട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ ആ സിസാക്കായിട്ട് ബ്ലൗസ് പീസ് വേണ്ട, സിസാക്ക് ഡിസൈൻ വന്നിട്ട് ബോർഡർ വരെ. ഫോട്ടോ എടുത്തോ. ഇതിൻ്റെ ഉള്ളിലും സിസാക്ക് ഡിസൈൻ വരുമായിരിക്കും. ഇതാണ് ബ്ലൗസ് പീസ്. 1990. നല്ല സാരികളാണ്, പെട്ടെന്ന് എടുത്തോ. ഇത് ബനാറസിൻ്റെ സാരിയാണ്, ബ്ലൂ സാരിയാണ്. 1599. നല്ല സാരി കേട്ടോ. ഇപ്പം നമ്മൾ ഫങ്ഷൻ എവിടെ പോകുമ്പോഴും ഇതിൻ്റെ ഒറിജിനൽ 15,000 രൂപ. അപ്പോൾ നമുക്ക് ഇത് കൊടുത്താലും അത് കൊടുത്താലും കണ്ടാൽ പോലും തിരിച്ചറിയില്ല. മുന്താണി ഇതാട്ടോ ബ്ലൗസ് പീസ്. മുന്താണിയുടെ അറ്റത്തെ ബ്ലൗസ് പീസ് ഇങ്ങനെ കൊടുത്തേക്കണം. ബ്ലൗസ് പീസിൻ്റെ അരികത്ത് ഈ ബോർഡറും കൊടുത്തിട്ടുണ്ട്. 1599 ആണ്. നല്ലൊരു ഇതാ ബ്ലൗസിൻ്റെ മേളിലൊന്നും അടിക്കില്ല. ഇതിങ്ങനെ നല്ല കളറല്ലേ, നേവി ബ്ലൂ അല്ല, റോയൽ ബ്ലൂ, നേവി ബ്ലൂയുടെ കൂടിയൊരു കളറ്. മുന്തിരി കളറല്ല,
അതിൻ്റെ മോച്ചായൊക്കെ ഉണ്ട്. ഇച്ചിരി ലൈറ്റ് അടിപൊളിയാണ്. കുഞ്ഞ് ഡോട്ടാട്ടോ ബ്ലൗസ് പീസ്. അല്ല സ്ട്രൈസ് ആട്ടോ ബ്ലൗസ്. ഇതിൻ്റെ സ്ട്രൈസാ ബ്ലൗസ്. ഓ അതല്ലാട്ടോ ബ്ലൗസ്. ബ്ലൗസ് മുന്താണിയുടെ അറ്റത്താ ഇത്. എല്ലാത്തിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാട്ടോ. കുത്തുന്നിടത്താട്ടോ സ്ട്രൈസ് വന്നേക്കണേ. ഈ ബനാറസ് ബുട്ടയ്ക്ക് ഭയങ്കര വിലയായിരിക്കും. അതായിരിക്കും കുത്തുന്നേടം പ്ലെയിൻ അല്ലെങ്കിൽ സ്ട്രൈസ്. ഒരിടയ്ക്ക് പ്ലെയിൻ ആയിരുന്നു അല്ലേ? ഒരിടയ്ക്ക് പ്ലെയിൻ ആയിരുന്നു. ഇപ്പോൾ സ്ട്രൈസ് ഇട്ടേപോലെ. ശരിക്കും ഇതിനൊരു കുഴപ്പം, ഈ ഡ്യൂപ്ലിക്കേറ്റിനും ഒറിജിനലും സെയിം മോച്ചായ. അത് കാരണം ഞാനിതിൻ്റെ വില കൂടിയ പ്ലെയിൻ നടുക്ക് ബിന്നി സിൽക്ക് എടുത്ത ഫങ്ഷന്. ഞാൻ ബനാറസ് എടുത്തത് നേരത്തെ ഇരുന്നതാണ്. 4-5 കളർ ഞാൻ എടുത്ത് ഡൈ ചെയ്തായിരുന്നു. അന്ന് ഇത്രയും കിട്ടാനില്ലായിരുന്നു ബനാറസ് ഇങ്ങനെ പല കളേഴ്സ്. അപ്പം അതെല്ലാ കളറും ബനാറസ് കിട്ടുമല്ലോ. 1599. ഇതുണ്ടോ? അയ്യോ, നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത്. സ്വർണം ഒരു അസറ്റാണ്, ലിക്വിഡ് അസറ്റാണ്. 10 മിനിറ്റും കൊണ്ട് നമുക്ക് കയ്യിൽ കാശ് വരാൻ വേറെ ഒരു മാർഗവുമില്ല. ബാങ്കിലൊക്കെ FD ഇട്ടാൽ 7% തന്നെ ഇൻട്രസ്റ്റ് ഉള്ളൂ. സ്വർണത്തിന് നോർമൽ 14% വർദ്ധിക്കും. അത് കൂടാണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി വർദ്ധിച്ചു, 30%-ഓളം വർദ്ധിച്ചു. അപ്പോൾ നമുക്ക് 2 സ്കീം, മനോഹരമായ സ്കീമുണ്ട്. നമ്മുടെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിൽ വെച്ചാൽ നമുക്ക് നല്ലതാണ്. വില കൂടുമ്പോൾ സ്വർണ്ണത്തിന് എന്ത് വില 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർണ്ണം 20,000 ആയപ്പോൾ മുതൽ മേടിക്കാണ്ടിരുന്ന 54,000 ആയപ്പോൾ മേടിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആകാണ്ട് ഇപ്പം സ്വർണ്ണം മേടിച്ച് വെച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പം മനോഹരമായ നമ്മുടെ 2 സ്കീമിൻ്റെ കാര്യം അറിയാൻ 9447575564 സ്കീമിന് നല്ല ഓഫറുണ്ട്. ഇതിനോർത്തുകൊണ്ട് ഫ്രീ പണിക്കൂലി ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞങ്ങൾക്ക് പത്രത്തിൽ കാണുന്ന വിലയ്ക്കാണ് സ്വർണം കിട്ടുകയുള്ളൂ, GST അടച്ച്. പണിക്കൂലി കൊടുക്കാണ്ട് ഞങ്ങൾക്ക് സ്വർണം കിട്ടുമോ? അപ്പോൾ തന്നെ ചിന്തിക്കുക, അതിലെന്തെങ്കിലും തട്ടിപ്പില്ലേ? ഒരു 2-3 വർഷം കഴിയുമ്പോൾ പോകാത്ത സ്വർണ്ണം എല്ലാവിടെ ഉരുക്കും. അതൊക്കെ ഈ പണിക്കൂലി ഇല്ലാണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനം മേടിച്ചാൽ നമ്മൾ ഇടില്ല. നമ്മുടെ അടുത്ത പുതിയ കടയാണ്. എല്ലാം ഏറ്റവും അപ്ഡേറ്റ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മേക്കിംഗ് ചാർജ് കുറച്ചാണ്. നമ്മൾ അത് ഓഫറിൻ്റെ കാര്യമല്ല. സ്കീമിൻ്റെ 9447575564 എൻ്റെ നമ്പറിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതൊന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അപ്പോൾ എപ്പോഴും വീഡിയോസും കാണാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ചെറിയ വീഡിയോ കാണുമ്പോൾ സ്വർണം മേടിച്ചും വയ്ക്കും. അതൊരു നല്ലതാണല്ലോ. പൈസ ചുമ്മാ ഇങ്ങനെ പോവില്ലോ. നല്ല മജന്താക്കണം കേട്ടോ. ഇതിട്ടിട്ടുണ്ടെങ്കിൽ മുഖത്ത് പൗഡർ പോലും ഉണ്ടാകും. അത്ര കളർ കിട്ടും. നല്ല കളറല്ലേ? ഫേസിന് കളർ കിട്ടുന്ന കളർ. ബ്ലാക്ക്. ബ്ലാക്ക്. ഇത് കോറാക്കോട്ട സാരി ആട്ടോ. ഭയങ്കര സൂപ്പർ ഫുൾ ഓയിൽ പോലത്തെ കോറാക്കോട്ട. നല്ല എന്നാ വില? 1099. നല്ല സാരി ആട്ടോ. ഇപ്പോൾ കോറാക്കോട്ട തുണിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ചൂട് കാരണമാണെന്ന് കൂടാ ഈ സാരിയൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. 1090 ഉള്ളേ. $1090. $1090. നല്ല കളറല്ലേ? $1090. സൂപ്പർ സംഭവമാണ്. നല്ല പ്രിൻ്റുകളാണ്. എല്ലാം ഇൻഡിഗോ ബ്ലൂവിലാണ്.
ഈ കളർ പിന്നെ എത്ര കാലമായാലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു എലഗൻ കളറല്ലേ, ബേജ് കളറും ഇൻഡിഗോ ബ്ലൂവും സൂപ്പർ കളർ കോമ്പിനേഷനാണ്. കുറേ നാളായില്ല നമ്മൾ എംബ്രോയ്ഡറിയുടെ സാരി കണ്ടിട്ട്. ജോർജറ്റിലല്ലേ, ജോർജറ്റിലാട്ടോ എംബ്രോയ്ഡറി. അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ്. ജോർജറ്റ് എന്ന് പറയാൻ ഒരു ക്രേപ്പ് പോലത്തെ മെറ്റീരിയലാട്ടോ. അങ്ങനെ നിഴലൊന്നും അടിക്കില്ല കേട്ടോ. ഇതിങ്ങനെ എംബ്രോയ്ഡറി മൊത്തം ഉണ്ട് കേട്ടോ. ഉള്ളിക്കടയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. 999 ഉള്ളൂ. ബ്ലൗസ് പ്ലെയിൻ അല്ലേ? ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പീസ്. നിഴലും അടിക്കില്ല. നല്ലൊരു സാരി ആട്ടോ. കുറേ നാളായി നമ്മൾ എംബ്രോയ്ഡറിയുടെ സാരി കാണിച്ചിട്ട്. 999 ഉള്ളൂ. 999. നല്ല കളർ ചാർട്ടുമാണ്. 999 ഉള്ളേ. ട്രിപ്പിൾ 9. അടിപൊളി സംഭവങ്ങളാണ്. ബ്ലാക്കാണ്, സൂപ്പർ ഹിറ്റ് സംഭവമാണ്. ട്രിപ്പിൾ 9. അടിപൊളി അടിപൊളി സൂപ്പർ ഹിറ്റ് സംഭവങ്ങൾ. ഇനി കണ്ടാൽ ഞെട്ടിപ്പോകും. നിങ്ങൾ നോക്കുമ്പോൾ അജ്രക്കിൻ്റെ മോഡലിൽ ആണ് ഓർക്കൂട്ടോ. അതിൻ്റെ ഡ്യൂപ്ലി ആണെന്നുള്ളൂ. ഇതിനാകെ 599 രൂപയുള്ളൂ. ആകെ ഇടി കൂടരുത്, കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ മുന്താണിയൊക്കെ കണ്ടോ, ബ്ലൗസ് പീസ് ഇത് ചെയ്തു. സൂപ്പർ സംഭവമല്ലേ? ഇത് നമ്മളെ റീസ്റ്റോക്കാട്ടോ. ഞാൻ ഇതോടെ ഫങ്ഷന് സാരി എടുക്കാൻ പോയപ്പോൾ ഇങ്ങനത്തെ ഒറിജിനൽ ഭയങ്കര വില കൂടി, ഇങ്ങനെ ബോർഡർ ഇങ്ങനെ കോൺട്രാസ്റ്റും ഇങ്ങനെയൊക്കെ ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉള്ള ഇങ്ങനത്തെ സംഭവം നോക്കി എന്തോരം നടന്നു, കിട്ടിയില്ല. ഒറിജിനൽ ഇങ്ങനെ ഇതാട്ടോ മുന്താണി. ഇതാണ് ബ്ലൗസ് പീസ്. 1199. അടിപൊളി സാരി ആട്ടോ. ഉടുത്താലും നല്ല ഭംഗിയാണ്. ഇതുപോലത്തെ ഒരു സാരി കൂടിയതായിരിക്കും കേട്ടോ. ഇന്ന് നമ്മുടെ ഫിലിം സ്റ്റാർ അതിഥി രവി കൊടുത്തോണ്ട് വന്നത് അല്ലേ? ഏകദേശം മോശമായ കോട്ടനാണ്, ലിനൻ അല്ലേ? ലിനൻ കോട്ടൺ ആട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. പ്ലെയിൻ ബ്ലൗസ് പീസും. നല്ല രസമുള്ള സാരി. എന്നാ വില? 1099 രൂപയുള്ളൂ. നമ്മുടെ അല്ലാത്ത ലിനൻ സാരി നമ്മൾ 1200 അല്ലേ? ഇതിന് 1099 രൂപയുള്ളൂ. ഇച്ചിരി സ്റ്റഫ് വ്യത്യാസമുണ്ട് കേട്ടോ. ആഷിൻ്റെ ഡിസൈൻ വ്യത്യാസം. രൂപയുള്ള ഇതുണ്ടോ മജന്ത. നല്ല ഇച്ചിരി കോട്ടൺ കൂടിയതാണ് ലിനൻ്റെ സാരി. 1099 രൂപയുള്ളൂ. ഈ മജന്തയുടെ അതിൻ്റെ ബ്ലൗസ് പീസ് എന്നാ ബ്ലൗസ് പീസ് പോലും പ്ലെയിനാ അല്ലേ? എല്ലാത്തിൻ്റെയും പ്ലെയിൻ ബ്ലൗസാട്ടോ. ഞാൻ മറന്നുപോയി, കാണിച്ചില്ലല്ലോ ബ്ലൗസ് എന്ന് ഓർത്ത്. നല്ലതായിരിക്കും കേട്ടോ ഈ സാരിയൊക്കെ.
ലിനൻ സാരി അല്ലേ, ഫാഷൻ ഔട്ടാവൂല. 1099 രൂപയല്ലേ ഉള്ളൂ. അടിപൊളി സൂപ്പർ ഹിറ്റ് സംഭവം. നേവി ബ്ലൂ അല്ല, നേവി ബ്ലൂ അല്ലോ, ടീൽ ബ്ലൂ അല്ലേ. ടീൽ ബ്ലൂവിൻ്റെ കുടുംബത്തിൽ ജനിച്ചതാണ്. ഇനി എന്ത് കളർന്ന് പറയണം, എല്ലാവരും ആന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ കാന്താവർക്കിൻ്റെ സാരി വന്നിട്ടുണ്ട്. കുറേ കളേഴ്സ് ഉള്ളൂ കേട്ടോ. 1099. ഇതിൻ്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പ്ലെയിൻ വന്നിട്ട് അരികത്തിങ്ങനെ ഹാൻഡ് വർക്കാട്ടോ, ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. ഈ കാണാവുന്ന ഫുള്ള് എംബ്രോയ്ഡറി ചെയ്തേക്കണതാണ്. ഫുൾ എംബ്രോയ്ഡറി ചെയ്തേക്കണ സംഭവമാണ്. ഇതേ അപ്പടി എംബ്രോയ്ഡറിയാണ്, ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. അത് കാരണം ഇതിൻ്റെ ഒരു കാലത്ത് ഫാഷൻ പോകില്ല. കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് മനുഷ്യനെ നിർമ്മിച്ചേക്കണം ദൈവമല്ലോ. അപ്പം നമ്മുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിനൊരു അനുഗ്രഹം ഉണ്ടല്ലോ. അതാണ് ഹാൻഡ് എംബ്രോയ്ഡറി ഒരു കാലത്ത് ഔട്ടാവില്ലാത്ത. ഇത് പട്ടുസാരിയിലൊക്കെ ആണെങ്കിലേ അവർ ഈ വിലക്കുറഞ്ഞെ കൊണ്ടുപോയി ഇട്ടിട്ട് 1099 രൂപയുള്ള നല്ല ഐശ്വര്യം. ഇത് ഉടുത്താലും ഭയങ്കര രസമാട്ടോ, കഴിയാലും ഒരു കുഴപ്പമില്ല. ഈ സാരീനെ പണ്ട് ഞാൻ ഗ്യാരണ്ടി സാരി എന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നെ കാണിച്ചാലും ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ കഴുകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലാന്ന് പറയുന്നത്. എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. പണ്ടത്തെ ഒരു ബേബി സിൽക്കൊക്കെ ആ മെറ്റീരിയൽ കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കുടുംബത്തിൽ ജനിച്ച മെറ്റീരിയലിലാണ്. ഇവിടെ അതിൻ്റെ കനമൊക്കെ ഉണ്ട്. ഇത് നല്ല സൂപ്പർ സംഭവം. ഇത് ഡിസൈൻ വ്യത്യാസം. ഈ കളേഴ്സ് ആയാലും ഗ്രാൻഡ് കളേഴ്സാട്ടോ. 1099 രൂപയുള്ള സൂപ്പർ സംഭവം. ബോട്ടിൽ ഗ്രീൻ അടിപൊളി സംഭവമാണ്. ആ ബ്ലൗസ് എല്ലാത്തിൻ്റെയും പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ വന്നതാട്ടോ. ഇത് എന്നാ തീമഞ്ഞ അല്ലേ, ശരിക്കും ഫ്ലെയിമിൻ്റെ കളർ. ഈ കളറായിരുന്നു ഞാൻ സാരി കൊടുത്തായിരുന്നു അല്ലേ, ഏകദേശം. അതെ അതെ, ഇതുപോലത്തെ ഓറഞ്ച്. ഇതിലിച്ചിരി ഓറഞ്ച് ഇവിടെ കലർന്നത്. എവിടെ നിന്നാലും എന്നെ തിരിച്ചറി, എവിടെ കാണാണ്ട് പോയാലും എന്നെ കണ്ടുപിടിക്കാറുന്നു. എനിക്ക് മാത്രമായിരുന്നു ആ സാരിയുടെ കളറുള്ളൂ. ചിരിക്കാൻ പറ്റൂല. എല്ലാവരും മനസ്സിലെടുത്തായിരിക്കും ഈ പ്രായത്തിൽ ഈ പുള്ളിക്കാരിക്ക് ഈ കളറൊക്കെ. പിന്നെ ഒരു പണിയൊക്കെ നമുക്കിഷ്ടമുള്ള കളറുടെ. എനിക്ക് മജന്ത, ഓറഞ്ച്, നീല ഇതൊക്കെ ഇഷ്ടമുള്ളൂ. ഞാൻ പണിയെടുക്കണോ കാശ് എൻ്റെ ഇഷ്ടത്തിനുള്ള, മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് എന്തിനാ അല്ലേ. ഞാൻ പണിയെടുക്കണം, ഞാൻ എന്നുള്ള അഹങ്കാരം ഞാൻ പറയുമെന്ന് ഓർത്തു. യേശു എനിക്ക് തന്നു. യേശുമ്പരാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള കൊടുത്തോളാം. മുന്തിരി കളർ നമ്മൾ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഗോൾഡൻ കളർ. ഞാനിവിടെ അതിൻ്റെ എത്ര നേരം വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അടിപൊളി കളേഴ്സാട്ടോ, അടിപൊളി കളേഴ്സാണ്. അതിന് അധികം സാരി ഇല്ല, ഇച്ചിരി സാരിയുടെ ഉള്ളൂ. നിങ്ങൾ ഇട്ടിട്ട് പോരുത് കേട്ടോ. സഫയർ ഗ്രീൻ. അവർക്ക് ഫോട്ടോ എടുക്കണ്ടേ, സ്ക്രീൻഷോട്ട് എടുക്കണ്ടേ. ശരിക്കും പിടിച്ചു. ഇനി ഒരു ക്രഷ്ഡ് പ്ലെയിൻ ആട്ടോ. നമ്മുടെ എണ്ണയിലും പ്രിൻ്റഡ് അജ്രക് പ്രിൻ്റൊക്കെ സാരിക്ക് നല്ല ക്രഷ്ഡ് ഈ റണ്ണിങ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ സാരി കണ്ടപ്പോൾ എടുത്താൽ അത്ര 799. ബ്ലൗസ് പീസ് കാണാൻ ചാൻസ് ഇല്ല. എന്നായാലും എത്ര പീസ് ഉണ്ട് ഇത് എണ്ണി നോക്കി. ആറ്. അപ്പോൾ ചിലപ്പോൾ ബ്ലൗസ് ആയിരിക്കും. 6 ഉണ്ട്. 6 എന്ന് വെച്ചാൽ
ജസ്റ്റ് 5.80 കാണുള്ളൂ. ഇതിൻ്റെ തന്നെ ബ്ലൗസായിരിക്കും, ഇതിൻ്റെ തന്നെ ബ്ലൗസേ 6 പീസൊക്കെ ഉണ്ടെങ്കിൽ. നല്ല കളറാട്ടോ, ക്രഷ്ഡ് സിൽക്ക്. അതേ കണ്ടല്ലോ. അടിപൊളി കളറാട്ടോ, നല്ലൊരു പിങ്ക്. നല്ലൊരു സാരി കേട്ടോ, സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി. 599 രൂപയുള്ളേ, 599 കേട്ടോ. ഇതേ ബ്ലൗസ് പീസ് ഇതാട്ടോ. എൻ്റെ വില കൂടിയ കാഞ്ചീപുരത്തിൻ്റെ ബ്ലൗസ് ഇത് തന്നെയായിരുന്നു. ഇത് കണ്ടോ, ഒരു ആപ്ലിക്കർക്ക് ഒരു പെയിൻറ്റിങ് പോലെ. ഇതൊക്കെ വർക്കാട്ടോ, കോപ്പർ. ഇത് വർക്ക് ത്രെഡാണ്. പക്ഷെ എന്ത് രസമായിട്ടോ അതിൻ്റെ പൂക്കൾ. സോഫ്റ്റ് സിൽക്കാട്ടോ. സാരി അഴിഞ്ഞു പോയി. ബ്ലൗസ് ഉള്ളി വെച്ചേക്കണ കാരണം എടുക്കാൻ ഭയങ്കര പാട്. ഇതൊന്ന് മാറ്റി വെച്ചേരെ, ആ ഫോൾഡിങ് മടക്കാൻ. ഞാൻ ആദ്യം ഇതിൻ്റെ ബ്ലൗസ് കാണിക്കാം. ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ്. 599 രൂപയുള്ളൂ. പെട്ടെന്ന് എടുത്തോ, സോഫ്റ്റ് സിൽക്കാട്ടോ. അടിപൊളി സാരിയാണ്. നല്ല കളർ ചാർട്ടുമാണ്, സോഫ്റ്റുമാണ്. ബ്ലൗസ് ഈ കളറാട്ടോ, അതാണ് അതിൻ്റെ ഭംഗി. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് പീസ്. ഈ കളറിൻ്റെ ഡാർക്ക് ബ്ലൗസ് സൂപ്പർ. ഇത് കാഷ് ലൈറ്റ് സിൽവർ കളർ പോലെ ഇരിക്കുവേ. ഇതിൻ്റെ ബ്ലൗസ് ഇതാട്ടോ. ഉള്ളിലത് വെച്ചാൽ കാരണം നല്ല പാടാണ് കാണിക്കാൻ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. അതേ വേണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും. ഇത്ര സോഫ്റ്റാണ്. 599 രൂപയുള്ളേ. പെട്ടെന്ന് എടുത്താൽ കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ കോമ്പിനേഷനും അതിൻ്റെ മുന്താണിയിലെ വർക്കും ഇതും എല്ലാം കൂടെ ഗ്രാൻഡ് ആയത് കാരണം ഇതേ കണ്ടോ, മുന്താണിയൊക്കെ കണ്ടോ. ഈ വിലക്കെന്ന് പറയുമ്പോൾ ചാടി എടുക്കും ആൾക്കാർ. 599 രൂപയുള്ള നല്ല ലൈറ്റ് പീസ് ചാർട്ടുകളുമാണ്. അപ്പോൾ വെബ്സൈറ്റിൽ എടുക്കുന്നവർ ചാടി അതിലെടുക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ 10 മണി മുതൽ 6 മണി വരെയുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോളിലിട്ടിട്ട് അവരെ വാട്സപ്പ് കോൾ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.